ഗൈസ് എല്ലാവരും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ അടുത്തൊരു 99 നൈറ്റ്സിൻ്റെ ഫോഴ്സിൻ്റെ വീഡിയോയുടെ ഈ തവണ നമ്മൾ കളിക്കാൻ പോകുന്ന 99 നൈറ്റ്സിൻ്റെ ഫോഴ്സാണ്. പുതിയ പാർട്ടീൻ്റെ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്ന കാരണം കുറേ പങ്കിൻസുകളൊക്കെ നോക്കിയിടുന്നുണ്ട്. പങ്കി നല്ലൊരു സാധനമുണ്ട്. എന്താ വെച്ചാൽ പങ്കിനോട് നോക്കാനുള്ള പകുതി മുക്കാൽ അങ്കിൾ നമുക്ക് ഫുള്ളാക്കിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബണ്ണി ഫുഡ് ഉണ്ട് ഇടീരെ. ബണ്ണി ഫുഡ് വേണം, ഹോസ്പിറ്റലും വേണം. ഇപ്പം നല്ല കുട്ടിയാണ് ഓക്കെ. അതെ ഐസ് അതവിടെ എൻ്റെ ബണ്ണി ഫുഡ് ഫസ്റ്റ് സ്റ്റോർ ചെയ്യുക. എന്ത് കുട്ടിയാണ് നെറ്റ് പോയി നോക്കുന്നത്? മകളിൽ നിന്ന് പോയാ? ഹലോ പോയോ? പോയോ? ബ്രോക്ക് പങ്കി വേണം. പെഞ്ചിൻ ആളോടെ ഞങ്ങളുടെ എനിക്ക് പങ്കി ഇഷ്ടമല്ല കേട്ടോ. ഇത് പോയി ഞാൻ പങ്കി തിന്ന് മെയിൻ്റെ അകത്ത് ഓരോ സാധനങ്ങളാണ്. പക്ഷേ ഗെയിമിനകത്ത് പങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഗെയിമിനകത്ത് പങ്കിലൊരു നല്ല സാധനവുമാണ്. ഗൈസ് ഈ സർവറിനകത്തുള്ള എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ സർവറിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഗൈസ്. ഒറ്റയ്ക്കുള്ള സർവർ എനിക്ക് അധികം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കുള്ള സർവർ കളിക്കാത്തത്. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് കളിക്കണമെങ്കിൽ തന്നെ സർവർ അത്യാവശ്യം സെറ്റപ്പ് സർവർ ആയിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇഷ്ടമല്ല ഗൈസ്. നമുക്ക് വേറെ സർവർ കണ്ടെത്തണം ഗൈസ്. എനിക്ക് വേറെ സർവർ കിട്ടിയിട്ടുണ്ട്. ഈ സർവറിനകത്ത് ഞാനൊരു ബോയും 2 ഗേൾസും ഉള്ളത്. ഞാൻ വെറുതെ തന്നെയാണ് നോക്കിയത്. കാരണം അല്ലേ സർവറിൻ്റെ അകത്തപ്പോഴാണ് കണ്ടത്. ഗൈസ് അത് ഞാൻ ഈ റാബിനെ അടിച്ചു കൊല്ലടെ. അവൻ എനിക്കൊന്നുമല്ല, അവൻ ചീത്ത കുട്ടി. നീയോ നല്ല കുട്ടിയാണെങ്കിൽ എനിക്ക് ബണ്ണി ഫൂട്ട് അതൊന്നും വന്നില്ല. കുഴപ്പമില്ല ഗൈസ്. മീറ്റ് നമുക്ക് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യില്ല. നല്ല കൈ കിടക്കണേ. 2 പാങ്കിൻസ് കിട്ടി ഗൈസ്. നമുക്ക് 2 പാങ്കിൻസ് ഈ ഒരു മീറ്റും ഫയറിൻ്റെ അടുത്ത് കിടക്കട്ടെ. റോബേർട്സ് ഒന്നും എനിക്കൊന്നും തരുന്നില്ല. ഞാനൊന്നുമില്ല. എന്നോട് അടുത്തതിനോട്ട് ലാഭേനോട്ട് ആയിരിക്കുന്നുണ്ട് ഗൈസ്. കളി കളിക്കുമ്പോൾ തന്നെ ആരോ റിവൈവ് എല്ലാവരും നമുക്ക് രക്ഷപ്പെട്ടിട്ടില്ല ഗൈസ്. എന്തെങ്കിലും കൊടുക്കാണ്ട് എനിക്ക് വേണ്ടാത്തതാണ് കിട്ടിയല്ലേ. വേണ്ടാത്തതല്ല ഗൈസ്. എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേണ്ട സാധനം ചേട്ടാ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരെ ഈ മീറ്റ് കൊടുത്തോണ്ട് ആദ്യം ഓടുന്ന അങ്ങോട്ടേക്കാണ് ഓടുന്നത്. ഒന്നുമില്ല ഗൈസ്. നേരെ ക്യാമ്പ് ഫയറിലേക്ക് അങ്ങോട്ടേക്കാണ് നമുക്ക് പോവാനുള്ളത്. എവിടേക്ക് വരേണ്ട ആക്കി എന്ത് പറ്റി ഗൈസ്? എനിക്കാക്കിയത് എന്ത് പറ്റി? എന്ത് ചെയ്യണം? കയ്യിലിടണോ? അല്ല വേണ്ട ഗൈസ്. ആള് പോയി. ഇനി ഞാനും ഒരു ഗേളും മാത്രമേ ഉള്ളൂ ഗൈസ്. റാബിറ്റിന് ഞാൻ കൊല്ലും. റാബിറ്റുകൾ എനിക്കൊന്നും തരില്ല. ഇനി ഇങ്ങനെ നടന്ന് റാബിറ്റിനെ കൊല്ലാൻ എനിക്ക് വയ്യ. എനിക്ക് പ്രായമായി വരികയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്കറിയാലോ ഈ അണ്ണന് പ്രായമായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അണ്ണന് സപ്പോർട്ട് തരാനേ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. അണ്ണൻ്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. ഞാൻ ഒരു പങ്കിലും കഴിച്ചുകൊണ്ട് ഞാൻ നേരെ നടപ്പായി ഗൈസ്. ചെസ്റ്റുകൾ ഉറക്കാൻ വീണ്ടും ഞാൻ ഒറ്റയ്ക്ക്. കുഴപ്പമില്ല ഗൈസ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാളാ ഈ എന്നാരോമലേ. എനിക്കൊരു ഫ്രൂട്ട് മതി ഗൈസ്. തുറക്കണോ അതിലേ? അല്ല പിന്നെ അവൻ വാതിലെടുത്തിട്ട് അതിൻ്റെ പറയണില്ല ഞാൻ. ഓക്കെ 2 ചെയറിട്ട് ചെയർ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ അവിടെ ഗൈസ് ഓക്കെ ഗൈസ്. എനിക്ക് സ്ക്രാപ്പുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മറ്റേ ട്രേഡറിന് കൂടുതൽ ഈ സാധനങ്ങളോട് ഞാൻ കൊടുത്തിട്ട് എൻ്റെ അണ്ണാക്കിൽ കണ്ടിട്ടുള്ളൂ ഗൈസ്. എൻ്റെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിക്കും. എന്നിട്ട് എൻ്റെ ക്യാമ്പ് ഫയറിൽ ഞാനായിട്ട് ഇതും കൂടെ നമുക്ക് ടോട്ടൽ കളക്ടിങ് കഴിഞ്ഞാൽ 60 65 അല്ലെങ്കിൽ 55 കിട്ടും. അതിനടിയിലേക്ക് കുറയത്തില്ല ഗൈസ്. ഓക്കെ ഗൈസ്. കളികൾ കുറച്ചും കൂടെ സുഖകരമായിട്ടുണ്ട്. ചെറിയൊരു ഫ്ലാഷ് ലൈറ്റ് കിട്ടിയില്ല. കഷ്ടകാലം. എന്താ ഈ ട്രീ നമുക്ക് ഇപ്പോൾ ചോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. ഇല്ല ഗൈസ്. 8 കാലി. ഓ മൈ ഗോഡ്.
നിങ്ങൾ എട്ടുകലി ഇതിനെ മുന്നേ കണ്ടിട്ടുണ്ടോ? ഈ എട്ടുകലിനെ പിടിച്ച് തിന്നാൻ പറ്റുമോ? എട്ടുകലിനെ കൊല്ലാൻ പറ്റുമോ? എട്ടുകലിനെ മേ ബി പറ്റേക്കാൻ പറ്റുമോ? ഒന്നിനും പറ്റത്തില്ല. പിന്നെ എന്തിനാണ് അവരവിടെ എട്ടുകലിനെ കൊടുത്തിരിക്കുന്നത്? അത് ഷോക്കിൽ ഇതെന്താ? ഞാൻ ക്രാഫ്റ്റ് ഒരു സ്ക്രാപ്പ് ഇട്ടിട്ടുണ്ട്. ക്രാഫ്റ്റ്മെൻറ്റ് അപ്ഗ്രേഡൊക്കെ ഇത് ധാരാളമാണ്. എൻ്റെ ഇതും കൊണ്ട് ഞാൻ നേരെ തിരികെ ക്യാമ്പ് ഫയറിലോട്ട് പോകും ഗൈസ്. പിന്നെ ഫസ്റ്റ് നമുക്ക് ആദ്യം ക്യാമ്പ് ഫയർ ഒന്ന് വലുതാക്കണം. ഗൈസ് പിന്നെ പങ്കിനികൾ ലൈറ്റ് എത്തും. നമുക്ക് രാത്രി പുറത്തേക്കുള്ള പങ്കിനിയും കൊണ്ട് പോകുക. പങ്കിനി കൊണ്ട് പോകുമ്പോൾ ലൈറ്റ് നമ്മളെ പിന്നാലെ അങ്ങനെ ഉണ്ടായിക്കോളും. അങ്ങനത്തെ ഒരു ചെറിയ ഗുണ്ടാൻ്റെ ഇവിടെ ഞാനെന്തോ കണ്ടു. ഗൈസ് രാത്രി പങ്കിൻസ് കണ്ടിരിക്കാൻ ഭയങ്കര സുഖമാണ് ഞാൻ മനസ്സിലായി. കാരണം കണ്ടോ ഗൈസ് ഇട്ട് തിളങ്ങി നിൽക്കുന്ന ഈ പങ്കിൻസുകൾ ഞാൻ കണ്ടു. ഗൈസ് ഞാനൊരു ക്യാമ്പറിൻ്റെ അകത്ത് അധികം വിളിച്ചുകൊണ്ട് ഗൈസ് എനിക്ക് തോന്നുന്നു ഞാനും മാത്രമാണ് ഈ സർവറിനകത്തുള്ള. സോ എനിക്ക് എന്തിനാണ് ഇതൊക്കെ ഉണ്ട്? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ക്യാരക്ടറിൻ്റെ പുതിയ എബിലാനിറ്റി ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ട്രേഡർ എൻ്റെ മാപ്പിൽ തന്നെ ഉണ്ടാവും ഗൈസ്. ഡേ 2 ആയി ഞാൻ കണ്ടോ ഗൈസ്. ട്രേഡറിന് മാറ്റം ട്രേഡറിനൊപ്പം കാണാൻ കുറച്ച് ക്യൂട്ടായിട്ടുണ്ട്. കാരണം കണ്ടോ ഗൈസ് നിങ്ങൾ ട്രേഡറിൻ്റെ തലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഡിയറിൻ്റെ മറ്റേ സാധനമൊക്കെ ഉണ്ട്. ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, നിങ്ങൾ ട്രേഡറിൻ്റെ ഈ ഒരു കൈ ശ്രദ്ധിച്ചോ? ഒരുമാതിരി വെനം കയറിയല്ലോ. പക്ഷെ ഇപ്പോഴത്തെ കൈ ശ്രദ്ധിച്ചോ? മര്യാദക്കുള്ള കോട്ടകളുടെ ബാൽറ്റുകളാണ് വന്നിരിക്കുകയാണ് പഠിപ്പിക്കാൻ. ഗൈസ് ബൂസ്പെറ്റ് എടുത്തില്ല. ആണോ ബൂസ്പെറ്റ് എടുക്കേ? ഒരു സ്പീർ ഇടേ. ഞാൻ കൊണ്ടുവന്ന 2 സാധനമുണ്ട്. ഇതിനെ ഒന്നിനെ എവിടെയായിട്ട് ഇങ്ങനെ വെക്കണം. ശേഷം അടുത്ത് അങ്ങനെയാണ് ഗൈസ്. ഇങ്ങനെ വേണം ഗൈസ് വെക്കാൻ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒളിച്ചിരിക്കാൻ ചിലപ്പോൾ പറ്റിയിരിക്കും. പിന്നെ മണ്ടക്കിലേക്ക് പോലും കയറി കാണില്ല. ഗൈസ് നമുക്ക് കുറച്ച് വുഡ് ചോക്കണം. മരം താട അളിയാ എൻ്റെ മരം അളിയാ. എനിക്ക് വേണ്ടതായിട്ട് കുറച്ച് വുഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഗൈസ് ഞാൻ ഇനി ഒന്നുകൂടെ സെറ്റപ്പായിട്ട് ബാക്കി റെക്കോർഡ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ തീരുമാനം. അപ്പം ഞാൻ രാവിലെ പോയി കുറച്ച് ലൂട്ട് ചെയ്തിട്ടുണ്ട്. ലൂട്ടിനകത്ത് എനിക്ക് കാര്യമായിട്ട് എന്താ വെച്ചാൽ ഒന്നുമില്ല. നമുക്ക് മീറ്റ് കൂടുതൽ വേണം ഗൈസ്. ഈ ചെറിയ മീറ്റൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആദ്യം തന്നെ 2 വൂൾഫുകൾ എൻ്റെ പെറ്റാക്കണം. എന്തോടെ ബാക്സ് അതെന്താ പുതിയതായിട്ട് എന്താ സ്റ്റോറി ഒന്നുമില്ല ഗൈസ്. പോയി എൻ്റെ സൈക്കിൾ ഇപ്പം എന്തൊക്കെയോ കൊണ്ടുണ്ട്. മീറ്റുകൾ ശ്രദ്ധിച്ചില്ല നിങ്ങൾ മീറ്റുകളെ. എന്നിട്ട് ഇവിടെ കൊണ്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റിങ്ങിൻ്റെ ഇവിടെ കഴിഞ്ഞു. ഫാന് റേഡിയോ ഫാൻ. ഞാൻ എന്തെങ്കിലും വേറെ എടുത്തു? ഇല്ല ഗൈസ് ഇല്ല. എനിക്കങ്ങനെ കണക്ക് കൂട്ടലുകൾ തെറ്റാറില്ല എന്നാണ് എൻ്റെ ഒരു ഭാവന. ഇപ്പോൾ 11 സ്ക്രാപ്പുകളുണ്ട്. നമുക്ക് സാപ്പിൻസുകൾ കുറേ അധികമാണ് ഗൈസ്. കുറേ ആ മരം വെട്ടണ്ട. ആ മരം വെട്ടുന്ന ചിലപ്പോൾ നഷ്ടമായി ഗൈസ്. എന്താ വെച്ചാൽ അവിടെ പുലിയുണ്ട്. എനിക്ക് അവിടെ എന്താ ഉള്ളത് കൃത്യമായിട്ട് കാണാൻ കഴിയില്ല. ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് മരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പങ്കിൻസ് നല്ലൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അവിടെ സാപ്ലിങ്സുകളാണ്. ഇവരാണെങ്കിൽ നമുക്ക് വേണ്ടത് തരുന്നില്ലല്ലോ. സാപ്പ് എന്താ മരം പോട്ടെ. സാപ്പ് shit, I got some pumpkins for me. Okay, pumpkins is candy. അങ്ങനെ ഇതിൻ്റെ 10 എടുത്തു. ഞാൻ 5 കൊടുത്തിട്ടുണ്ട്. Oh my god. എൻ്റെ കയ്യിൽ ഉണ്ടാക്കാൻ മാത്രം സാധനമൊന്നുമില്ല ഗൈസ്. ഞാൻ അവിടെ ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്തു. ടൈം ബോട്ടിൽ ഗൈസ് അവിടെ നമുക്ക് സാധനങ്ങൾ കൊടുക്കുക. അവിടെ ഞാൻ നിർത്തിച്ചു. എന്നോടോ കളി എന്തോ കളി. ഗൈസ് പിന്നെ നമുക്ക് ഫ്രോക്കിങ്ങിനെ കൊല്ലണം ഗൈസ്. ഒരു കളിക്കകത്ത് നമ്മൾ പരമാവധി ട്രൈ ചെയ്യുന്നതായിരിക്കും ഒരു ഫ്രോക്കിങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. കാരണം ഫ്രോക്കിങ്ങും കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. ഗൈസ് ഞാൻ ഇപ്പോൾ ലാവേൻ്റെ ടെറിട്ടറിയിലേക്ക് കണ്ടിട്ടുണ്ട്. ഇവിടേക്ക് ഞാൻ വന്നതിൻ്റെ മെയിൻ കാരണം തന്നെ ചെയറുകളാണ് ഗൈസ്. ലാവേൻ്റെ ടെറിട്ടറിയിലേക്ക് വന്നാൽ നമുക്ക് കുറച്ചധികം കുറച്ച് വീടുകൾ ഞാൻ കണ്ടു. ഇവിടെ റേഡിയോ കൊടുക്കുന്നുണ്ട്. ചെയറ് മൈ ഗോഡ് ഫാൻ കിട്ടി. ഫാൻ എല്ലാവരും വേറെ സ്ക്രാപ്പ് കിട്ടി.
റിവോൾവറിൻ്റെ ആമോ കിട്ടി, വേറെ ഒരു ഫാൻ കിട്ടി ഗൈസ്. ഈ ഫാനൊക്കെ വർക്കിംഗ് ഫാനുകളായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് പോകണ്ടായിരുന്നു. ഇതിന് മേലെ കയറാൻ പറ്റും. ഓ എന്നാണ് ഞാൻ ക്യാമ്പിലേക്ക് വെച്ചുകൊണ്ടില്ലല്ലോ. അല്ല ഗൈസ് പോകണം എന്തോ വെറുതെ താമസിക്കണം. ഇതിന് ടൈം വയ്ക്കാൻ പറ്റുമോ? ഓ ജസ്റ്റ് ടൈം കിട്ടുന്നു. ഇതിന് ടൈം വയ്ക്കാൻ എന്താ വേണ്ടേ ഞങ്ങളുടെ എന്താ വേണ്ടേ? ഓ മൈ ഗോഡ്, ഇതിന് വേണ്ടല്ലോ. അറിയത്തില്ല ഗൈസ്, ഞാൻ തല്ലിക്കൊള്ളട്ടെ. എനിക്കൊരു മീറ്റ് കിട്ടി. ഞാൻ വേറൊരു വെച്ചത് അയ്യോ ഗൈസ് സെക്കൻഡ് ആയിട്ടാണ് ഞാൻ മറന്നേ പോയി. ഒരു കാര്യമേ ഞാൻ മറന്നു. അമ്മ ഇവിടെ ഉണ്ടല്ലേ ഗൈസ്. വേറൊരു കൂടെ ഞാൻ ഒരു കാര്യം എൻ്റെ മീറ്റ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ഒരു കോൾ കൊടുത്തിട്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിക്കൊണ്ട് ഞാൻ തപ്പി നടക്കണം ഗൈസ്. ഹലോ അരിയിലുണ്ടോ? അമ്മ എൻ്റെ ബാക്കിലുണ്ട്. അമ്മേ എൻ്റെ മണ്ടൻ മണ്ണ ഞാനല്ല ഗൈസ്, ഞാനൊരു മണ്ടനല്ല ഗൈസ്. ഇതെവിടേക്ക് പോകുന്നത് കേൾക്കുന്നുണ്ടാവും. ഞാൻ അറിയില്ല നമ്മളെവിടേക്ക് പോകുന്നത്. ഒരു കൂൾട്ടു അതുപോലെ തന്നെ അവിടെ ഇഷ്ടം പോലെ സ്ക്രാപ്പ് കൊണ്ടിട്ടു ഭയങ്കര നടക്കാനായിട്ടുണ്ട്. ഒരു കഴിച്ച് മഞ്ഞും കഴിക്കണ്ടായി. നമുക്ക് 2 മീറ്റ് കഴിച്ചാൽ മതി ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. എന്നോട് ഓക്കെ ഗൈസ്. എൻ്റെ കൂൾ ഇട്ടിട്ടുണ്ട്. ഈ കൂടുകളൊക്കെ എടുത്തോണ്ട് ഇവിടെ ഉണ്ട് ഫയലൊക്കെ ഉണ്ട് ഗൈസ്. ഇങ്ങനെ ലെവൽ 3 തന്നെ നമ്മൾ ഒരുപാട് നേരം കൊണ്ടുവരുന്നുണ്ട്. നമ്മളെ ലെവൽ 3ക്കകത്തുള്ള എല്ലാ ഏരിയകളും നമ്മൾ ഏകദേശം ഒരുവിധം എക്സ്പ്ലോർ ചെയ്ത് കഴിയാനായി എന്നാകുമ്പോൾ എന്ത് ചെയ്യണം ഗൈസ്? നമ്മൾ സ്ഥലം മാറ്റി പിടിക്കണം. ആൻഡ് ഇതെൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഗൈസ്. ഒരെണ്ണം ഉണ്ട്. ഇതിനാണ് ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ. എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ 2 ബെഡായി. നാളെ ഞാൻ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി പോകും. ആൻഡ് എനിക്കിവിടെ ജൈൻ മീറ്റ് വേണമല്ലോ. ജൈൻ മീറ്റ് നമ്മൾ മാറ്റിടണം ഗൈസ്. കാരണം എനിക്ക് മറ്റേ പെറ്റിനെ ടീം ചെയ്യണമാണ്. 1 2 അല്ലെങ്കിൽ വേണ്ട ഗൈസ്. നമുക്ക് 2 മീറ്റുകൾ 2 തലത്തിൽ ഇടാം. ഇതൊക്കെ കൊണ്ടുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം എനിക്ക് 6 സ്മോൾ മീറ്റ് വേണം. 1 2 3 4 5 6 യെസ്. ഇപ്പം എനിക്ക് 6 ചെറിയ മീറ്റുകൾ ഇട്ടിട്ടുണ്ട്. 6 ചെറിയ മീറ്റുകൾ ഞാൻ ഇവിടെയായിട്ട് ഡ്രോപ്പ് ചെയ്തിടും. ഞാൻ കണ്ട കുറച്ച് വലിയ ജൈൻറ്റ് മീറ്റാണ്. 3 ജൈൻറ്റ് മീറ്റുകളുണ്ട് കേസ്. എൻ്റെ കയ്യിൽ 3 ജൈൻറ്റ് മീറ്റ് പോലെ കേസ്. ഇനി നമുക്ക് 3 കുറുക്കന്മാരെ കൊല്ലണം. ഇനി അപ്പോൾ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്. ഈശ്വര ദൈവമേ, പടവാണ്ടിരുന്നാൽ മതിയിരുന്നു. അങ്ങനെ പടവാണ്ടിരുന്നാൽ പവനായിക്ക് നല്ലത്. എൻ്റെ ഒരു ബെറ്റർ തിങ് എന്ന് ചോദിക്കാൻ മാത്രമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സിംഗിൾ കളിക്കുമ്പോൾ മാപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അല്ലാണ്ട് ആരുടെയിലൊക്കെ എപ്പം നമ്മൾ മറ്റേ ഇത് കളിക്കുമ്പോൾ മാപ്പ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് ലൂട്ടുകളൊക്കെ അവർക്ക് കൂടെ കാണാൻ ഏരിയ എവിടെയാണ്. ആൻഡ് ഇതിനകത്ത് ഓക്കെ എനിക്ക് വേറെയും കുറച്ച് മീനുകളുടെ മീറ്റുകൾ മാത്രമാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഓരോരോ ഹെൽത്ത് പോയി ഞാൻ കൊല്ലാണ് ഗൈസ്. നിങ്ങൾ നോക്കിയാലും ഞാൻ തട്ടിയിരിക്കും അവന്മാരെയൊക്കെ. സൈലൻ്റ് കാര്യങ്ങൾ ഓക്കെ. അവനെ ഞാൻ പടവാക്കി. എന്നോട് കളി. നീ ഒറ്റയ്ക്ക് ചെല്ലാൻ പാടില്ലായിരുന്നു അവനെ. അതാണ് നീ ചെയ്ത തെറ്റ്. ഓക്കെ ഗൈസ്, ഇനി മറ്റേ ഊഫിനെ ഞാൻ ഇപ്പോൾ വലിയ ഷോട്ട് പോയി കൊല്ലാൻ നോക്കി കഴിഞ്ഞാൽ എന്തായാലും ചവിനി എത്ര എണ്ണം ഉണ്ട് നോക്കട്ടെ. ആ ഗൈസ്, ഇനി അത് മാത്രമേ ഉള്ളൂ. അല്ല നമുക്ക് ഇവിടെ കയറിയ ഗൈസ് 6 എണ്ണമായി. ഞാൻ ഒരു ഊഫും കൂടി ഉള്ളു നമുക്ക് എടുക്കാൻ. എൻ്റെ സാക്ക് ഉള്ളായി. അപ്പുറത്തെ നട്ടുണ്ട്. ഓ ഞാൻ ഇവിടെ ഒരു കീ കിടക്കുന്നുണ്ട് ഗൈസ് ഈ കുളത്തിൽ. അമ്മേ 2 തവളകളും കൂടെ എന്നെ പിടിക്കാനുണ്ട്. ഒറ്റതാണ് ഞാനല്ലേ ഞാൻ അങ്ങോട്ട് ചാടി പോയി. കുളപ്പുറത്ത് കൂളിട്ട് നമുക്ക് ഈ കൂളം കൊണ്ട് നേരെ പോയി മറ്റേ ബേസിലേക്ക് ഉണ്ട്. ഇതിനവിടെ ഇടണം. അതിൻ്റെ വേറെ എന്താണ് കേസുള്ളത്? അതെ കേസ്, വേറെ ഇനി കാര്യങ്ങൾ കിടക്കുന്നുള്ളൂ കേസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് യെസ്. ഇപ്പം ഇത്രയും ഞാൻ മാപ്പിനകത്ത് എക്സ്പ്ലോറേഷൻ ചെയ്തിട്ടുണ്ട്. ഓ
എൻ്റെ ഹെൽത്ത് ഏകദേശമായിട്ടുണ്ട്. സോ ഞാൻ വിചാരിക്കുന്നു ഇന്ന് തന്നെ എന്നാണ്ട് മറ്റേ കുട്ടീനോട് രക്ഷിക്കാൻ വെറുതെ എന്തിനാണ്. അയ്യോ എൻ്റെ സാക്ക് ഫുള്ളാണ് ഗേസ്. ഇന്ന് രാത്രിയിലും വേണ്ടില്ല പകലായാലും വേണ്ടില്ല ആ കുട്ടീനെ ഞാനവിടെ തന്നെ രക്ഷിച്ചിരിക്കും ഗേസ്. എന്തൊക്കെ ചെയ്യുന്നേ? ക്യാമ്പറിൻ്റെ ഡ്രോപ്പ് 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 ഗേസ്. ഇനി നമുക്ക് ജൈൻ മീറ്റ് വേണം. അതിൻ്റെ മുന്നേ ഒരു പങ്കിയും കഴിക്കട്ടെ. നമുക്ക് ജൈൻ മീറ്റാണ് വേണ്ടത്. 1 2 മാറ് 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 3 4 എനിക്ക് 4 ജൈൻ മീറ്റും കിട്ടി. അമ്മ അവന്മാർക്ക് എന്താണ് ഇവിടെ കാര്യം? എന്നോട് പറഞ്ഞിരുന്നു ഇന്ന് അറ്റാക്ക് ഉണ്ടെന്ന് ആരെങ്കിലും. കുറേ അതൊന്നും അറ്റാക്ക് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. അമ്മമാരെ കയ്യിൽ ആക്സാണ് കേസ്. ആക്സിൻ ചവട അല്ല പിന്നെ എന്താ? ഓ മൈ ഗോഡ് ഗേസ്, ദേ ജസ്റ്റ് ഡ്രോപ്പ് ദ മെഴുകുതിരി. Can I store this story? Take it. Stories. അതിന് ഞാൻ ടേക്ക് ചെയ്തിട്ടുണ്ട് ഗേസ്. ആൻഡ് പിന്നെ ഇവിടെ ഉണ്ട് ക്രാഫ്റ്റിംഗ് ബെഞ്ചിലേക്ക് എല്ലാം നമുക്ക് ഉള്ളതിടാൻ. എല്ലാം നമുക്ക് ഇവിടേക്കാണ് എൻ്റെ ഇവിടെ കിടക്കട്ടെ. ആൻഡ് മെഴുകുതിരി എന്താ സാധനം നിങ്ങൾക്ക് അറിയോ ഗേസ്? അറിയെങ്കിൽ കമൻറ്റ് ബിലോ. ഹാലോവിൻ കാനൽ. ഇത് കാനൽ എന്തോ ഒരു പറഞ്ഞിട്ടുണ്ട്. ഞാൻ വലിയ കാര്യമില്ല. ഓക്കെ, എനിക്ക് ഡേ 6 അത് കിട്ടിയിട്ടുണ്ട്. എന്തോ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കുട്ടീനോട് രക്ഷിക്കണം. എൻ്റെ കയ്യിൽ ഇപ്പം നല്ല 2 ഉണ്ട്. ഓക്കെ ആൻറ്റീൽസ്. ഗൈസ് ഞാനിന്ന് പുറത്തേക്കെല്ലാം പോയിക്കോട്ടെ. ഞാനൊരു വീട് കണ്ടിരുന്നല്ലോ അവിടെ. ഇന്താ പക്കള അത് ഇരിക്കത്തത്. നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് പോയിട്ട് ക്യാൻറ്റീനൊന്ന് കൊടുത്തിട്ട് എന്താ ചേച്ചി തരണമെന്ന് നോക്കാം. ഹലോ സാർ, ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഒരു ക്യാൻറ്റീൻ എടുത്തിട്ട് എൻ്റെ കയ്യിലേക്കിടെ. ഹലോ സാർ, മാഡം ഇവിടെ ആരും ഇല്ലേ? No one is in this house. Why? No one can just take in this house. Yes. അതിനോട് യെസ്. പിന്നെ പോയി അയ്യോ ചിമ്മിനിക്ക് അതുകൂടെ കയറാൻ പറ്റുമോ? ക്രിസ്മസ് അപൂവനെ പോലെ വെറൈറ്റി കിടക്കട്ടെ കേസ്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഗൈസ്. വെറൈറ്റിക്ക് നോക്കണമെന്ന് കേസ്. ഞാൻ അതിൻ്റെ മേലെ കയറിയിട്ട് ബാക്കി കിടക്കും. ഓക്കെ ഗൈസ്, കുറച്ച് നേരത്തെ സംശയങ്ങൾക്ക് ശേഷം എനിക്കൊരു കാര്യം. ഇനി എനിക്ക് മറ്റേ അവനെ കാണാൻ പോകണ്ട. എനിക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കാൻ എന്താ വേണ്ടതെന്ന് അവൈലബിൾ ഗൈസ്. ആ കടകളുടെ ഇനി വീട്ടിനകത്ത് ആരെങ്കിലും കാണണവേ. ആരുമില്ലേ? എന്തെല്ലാവരും ചേച്ചീൻ്റെ പങ്കിൻസ് മൊത്തം ഞാൻ കൊണ്ടുപോകുക ചേച്ചി. എന്നോടൊന്നും തോന്നരുതേ രാധ കൃഷ്ണനോട് പറഞ്ഞ കാര്യം. എന്താ ചേച്ചി ഇവിടെ കുറേ പങ്കിൻസ് ഉള്ളതുകൊണ്ട് ചേച്ചീൻ്റെ വാതിൽ ഞാൻ മുട്ടി വയ്ക്കും. മര്യാദയ്ക്ക് ഒരു തവണ മുട്ടി വയ്ക്കും. ഡോറ് പറഞ്ഞില്ല. ആ കൽപ്പിൽ ചേച്ചീൻ്റെ പങ്കിൻസയുടെ തന്നെ ഞാൻ അങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചു. ഐ ആം ലുക്സ് ലൈക്ക് ഡാൻസർ. ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ എൻ്റെ പെറ്റാക്കാനുള്ള വിഷയത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറ്റുന്നില്ല ഗൈസ്. നമുക്ക് കുട്ടീനെ രക്ഷിക്കണം. അതിന് ഇതൊക്കെ ആദ്യം കൊണ്ട് നമ്മൾ അതിൻ്റെ പങ്കിൻസിൻ്റെ ഏരിയയിലാണ് ഡ്രോപ്പ് ചെയ്തിടാം. നമുക്ക് കുറേ അധികം സാപ്ലിങ്സുകളും വേണം ഗൈസ്. സാപ്ലിങ്സ് ഡ്രോപ്പ് അമ്മേ എത്ര പങ്കിൻസിൻ്റെ ഒരു കൂട്ടം തടിയുണ്ട് എൻ്റെ കയ്യിൽ. ഇതൊന്നും അല്ല ഗൈസ്, ഇതിനും അപ്പുറം വരും. പങ്കിൻസിന് ഇഷ്ടം പോലെ വരും. ഷിറ്റ്, ഐ ജസ്റ്റ് ഫോർഗോട്ട് വേർ ഈസ് ദ ബേബി കൂൾ ഈസ് സ്റ്റാൻഡിങ് ഓവർ ദാറ്റ് സൈഡ്. രാത്രിയാണ് പോകുന്നതൊന്നും എനിക്കൊരു വിഷയമല്ല സാർ. നമ്മളോട് നടക്കുകയാണ് സുഹൃത്തുക്കളെ. മൂവ് ഫ്രം മൈ വേ. ഇവനെ കൂടെ നമുക്കിനെ കൊല്ലുള്ളൂ. നീ മരണത്തിന് വിധിച്ചവനാണ്. കുട്ടിയെ തട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നവർക്ക് കാവൽ നിന്ന് നോക്കുന്ന വെറുമൊരു കാവൽക്കാരൻ. എന്തൊക്കെയാ അപ്പം ഇവനെന്തിനാ പോകുന്നേ? അവനെന്തിനാ വന്നെന്ന് അവനുപോലും അറിയത്തില്ല കേസ്. ഞാൻ രാത്രി ഇട്ടുണ്ട് അവിടെ കണ്ടൊരു വീട് തുറന്ന് ഇടാ. അയ്യോയ് വീട് തുറന്ന് വീട്ടിൻ്റെ അകത്ത് അത് ക്രിമിച്ച് കയറി. ഓയ്
Oh my god, guys, I didn't see this chest list. Oh my god. എന്താണ് അതിൻ്റെ അത് ഞാൻ ഈ ചെയറുകളൊക്കെ ഞാനിങ്ങനെ എടുക്കും കാണിച്ചിട്ടാണ് എനിക്ക് ഈ വീട്ടിൽ കൊണ്ടുപോകണം. ഇവിടെ വൂൾഫിന് സ്പൂൺ അടിച്ച് ഇത് അങ്ങോട്ട് വരത് അല്ലെങ്കിൽ എന്തുണ്ടോ ചൈന കൂടെ എന്താ കേസ് ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ നമുക്ക് അടിച്ചുകൊണ്ട് കൊടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങണം കേസ് എനിക്കിതുവിടെ ഇല്ല. മറ്റേ വഴിയുണ്ടോ മറ്റേ വഴി എൻ്റെ തുറക്കടാവല്ലേ ഡക്കൽ ശേഖരൻ അത് കണ്ടിട്ടും ഒറ്റ കേസ് ഞാൻ എന്തെങ്കിലും മറ്റേ സ്ഥലത്തേക്ക് ഇല്ലേ കുട്ടീന് ഫ്യൂവൽ ക്യാൻ കിട്ടി ബെറ്റർ ഓ വൈസ് വേറെ കോൾ കിട്ടി നല്ല കാര്യം. കുറച്ചധികം കോളുകൾ കിട്ടുന്നുണ്ട് അതൊക്കെ തന്നെ എനിക്ക് വേണ്ടത്. ഓപ്പൺ ദ ഡോർ ബേബി ക്രോ വേർ ആർ യു ഐ ആം ഹിയർ ടു ക്യാച്ച് യു. പക്ഷേ ആദ്യം ചെസ്റ്റ് തുറക്കാം എന്നിട്ട് ഞാൻ തന്നെ രക്ഷിക്കാം. ഗൈസ് നിങ്ങളെ കുട്ടി ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടില്ലേ. വേറൊരു ഇത് കിട്ടി ആൻഡ് വേറൊരു ഫ്ലാഷ് ലൈറ്റ് കിട്ടിയിട്ട് ഓക്കെ ഗൈസ് ഇപ്പോൾ കുട്ടി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവനെ ക്യാമ്പ് ഫയർ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് അവൻ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും അവനെ പിക്കപ്പ് കൊടുത്തു. അപ്പോൾ എന്തുകൊണ്ടോ എൻ്റെ കയ്യിലേക്ക് വന്നു. ഇനി ഞാൻ കുറച്ച് മാറിയിട്ട് അവനെ ഡ്രോപ്പ് ചെയ്തിടാൻ പോണ് അവൻ എന്ത് ചെയ്യണമെന്ന് വരെ. ഓ ഗൈസ് നിങ്ങളുണ്ടാ കുറച്ച് മാറ്റിടുമാണ് കിടന്ന് മോങ്ങ ഇപ്പം ഡോക്ടർ ഡൈനോ ഗൈസ് ഡോക്ടർ ഡൈനോ. ഇനി നമുക്കൊരു കാര്യം കാണിച്ചു തരാം. ക്യാമ്പ് ഫയറിൻ്റെ അടുത്തത് ഇത് ഈ ഒരു ഏരിയയിലൊക്കെ ഞങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ചെയ്തോണ്ടാ അന്നേരം ക്യാമ്പറിലൊക്കെ എങ്ങോട്ടാണോ നീ എൻ്റെ ടെറിട്ടറിയിലേക്ക് നടക്കുന്നത്. നീ ആൺകുട്ടിയാണോ എന്നാൽ ഒറ്റയ്ക്കുണ്ട് വലിയ പോകാണ്ടോ കേസ് പിക്കപ്പ് കൊടുക്കുമ്പോൾ അവൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ അതില്ലാണ്ട് അതെന്ത് മണിമായം അറിയത്തില്ല കേസ് അണ്ണോടെ കിടക്കട്ടെ എന്നാൽ പാവമില്ലെന്ന് ഞാൻ കരുതിയിട്ട് അണ്ണനെ വിട്ടു. ആൻഡ് എനിക്കിവിടെ ഒരു ഇതിനുള്ളതൊക്കെ ഉണ്ട് 1 2 3 4 5 6 7 8 9 ഇതൊക്കെ ഞാൻ കൊണ്ടുകൊണ്ട് ഇവിടെ കണ്ട് സ്റ്റോർ ചെയ്തരാം ഗൈസ്. ഇതിലെല്ലാം ഇഷ്ടംപോലെ സ്ഥലമാണ്. ഓ മൈ ഗോഡ് ലുക്ക് അറ്റ് ദാറ്റ് സം ബ്യൂട്ടിഫുൾ തിങ്. പങ്കിൻസുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നൊരു ഒരു കോട്ടവാതിൽ പോലത്തെ സാധനങ്ങൾ എന്ത് ഭംഗി നിങ്ങൾക്കറിയോ ഗൈസ് അറിയത്തില്ല. നോക്ക് ഗൈസ് അറേ ബക്കിനർ ഇതടേ ചൂട് അവിടെ കറ അവിടെ ഇത് ഇങ്ങനെ ഞാൻ അവിടെ കണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കാം. അവിടെ 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 നിന്നോ നിനക്കെന്ത് പറ്റിയേ ഉള്ളി കയറിപ്പോടാ ഓക്കെ ഗൈസ് പവന്മാരൊക്കെ ഞാൻ അവിടെ കയറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. നന്ദി.